ഓക്കെ, അപ്പോ ഏകദേശം എല്ലാരും എത്തിയല്ലോ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ റെക്കോർഡിംഗ് സിസ്റ്റംസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ വേറെ സൈറ്റ് വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളത് മാറ്റി ഗൂഗിൾ അക്കൗണ്ട് വഴി, യൂട്യൂബിന്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. അതായത് പബ്ലിക് ആയിരിക്കില്ല, എല്ലാവർക്കും കാണാൻ പറ്റില്ല. നമ്മൾ അലോ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഒരു വീഡിയോ 2 വീഡിയോ മാത്രം പബ്ലിക്കിനായിട്ട് ചെയ്യും. അത് മാത്രമേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. ബാക്കി നമ്മുടെ ട്യൂഷനിലുള്ള ആളുകൾക്ക് മാത്രം പെർമിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും വീഡിയോസ് ഉണ്ടാവുക. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഞാൻ പറയുന്നത് ഓഡിയോബിൾ അല്ലേ, കേൾക്കുന്നുണ്ടല്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അതെ അതെ. ഓക്കെ ഓക്കെ. എവിടെയെങ്കിലും വെച്ച് സ്റ്റെക്ക് ആവുന്നു, വല്ല റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മെസ്സേജ് കണ്ടെന്ന് വരില്ല. ഇതുപോലെ ഒന്ന് റിയാക്ട് ചെയ്യണേ. നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. കഴിഞ്ഞ സെമ്മിൽ പഠിച്ചവർക്ക് അറിയാമായിരിക്കും, നമ്മള് ട്യൂഷൻ ആണെങ്കിൽ പോലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി സ്റ്റുഡന്റ് ആ രീതിയിലല്ല. നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സൗഹൃദത്തോടെ സന്തോഷത്തോടെ പഠിച്ചും ഇതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത പലരും ഉണ്ട്, റെഗുലറിൽ ഇല്ലാതെ ക്രാഷിൽ മാത്രം ജോയിൻ ചെയ്തവർ. അപ്പൊ അവർ ഇത്തവണത്തെ റെഗുലറിലോട്ട് പലരും ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് പോർഷൻസ് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിലാണ് ക്ലാസ് എടുത്തത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനിയുള്ള സബ്ജക്റ്റുകൾ പതിയെ സമാധാനത്തിൽ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ ക്ലാസ്സിൻ്റെതായ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പതിയെ ആയിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. എന്നാൽ ഭയങ്കര സ്ലോ എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഉറപ്പായിട്ടും ക്ലാസ്സുകൾ പോകുന്നത്. നമ്മുടെ ട്യൂഷൻ്റെതായ രീതിയിലുള്ള എക്സാംസും കാര്യങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് ഇന്റേണൽ വരുന്നതിന് മുമ്പ് നമ്മളും ഇവിടെ നിന്ന് ഇന്റേണൽസ് ഇടും. ഇതിന് മുമ്പത്തെ പ്രീവിയസ് ആയിട്ടുള്ള ഇന്റേണലിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ട്യൂഷൻ്റെതായ രീതിയിലുള്ള ഇന്റേണൽ എക്സാംസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് ആദ്യത്തെ സെഷൻ ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 2-ന് 5 മൊഡ്യൂൾ ഉണ്ട്. മൊഡ്യൂൾ 1, 2, 3, 4, 5. അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, ഈ ക്ലാസ് പബ്ലിക് ആയിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്സ് പറയും, ഓ ട്യൂഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അതേ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് ഇന്നത്തെ ക്ലാസ് മാത്രമായിരിക്കും. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളിത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് അങ്ങനെ എന്തായിരിക്കില്ല, പബ്ലിക് ആയിരിക്കില്ല. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ 5 മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിൽ സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സംശയം തോന്നാം, എന്താ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാത്തത്? ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാത്തത് വേറൊന്നുമല്ല, സെക്കൻഡ് മൊഡ്യൂൾ ഒരു ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ മൊഡ്യൂളാണ്. അതായത് സെക്കൻഡ് മൊഡ്യൂളിനെ വേണമെങ്കിൽ ഒരു 2 മൊഡ്യൂളായിട്ട് നമുക്ക് തിരിക്കാം. അത്രത്തോളം വലുതാണ് സെക്കൻഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ പോർഷൻസിന്റെ ഒരു വലിയൊരു ഭാഗം കഴിയും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ടഫായിട്ടും, ടഫ് എന്ന് നമുക്ക് ഒന്നിനെയും വിളിക്കാൻ പറ്റില്ല. ലോകത്തുള്ള ഒന്നും ടഫ് അല്ല. അതിപ്പോ ഈവൻ എന്താണെങ്കിലും, ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിൽ എത്രയോ ആളുകൾ നീറ്റ് എഴുതി പാസ്സാവുന്നുണ്ട്. കുറെ പേർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അപ്പൊ പാസ്സാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ടഫ് ആയിരുന്നെങ്കിൽ അവർക്ക് പാസ്സാവാൻ പറ്റുമായിരുന്ന? ഇല്ല. ടഫ് എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും ഓരോരുത്തരുടെ തെറ്റിദ്ധാരണകളൊക്കെയാണ്. നല്ല രീതിയിൽ നമ്മൾ ശ്രമിക്കുകയും എഫേർട്ട് എടുക്കാനും വേണ്ട രീതിയിൽ പരിശ്രമിക്കാനും തുടങ്ങിയാൽ നമുക്ക് ഒന്നും ടഫില്ല. പല ഏജ് ലിമിറ്റ് ആയിട്ടുള്ള ആളുകൾ, പല ഏജിലുള്ള ആളുകൾ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഒരുപാട് ഏജിലുള്ള ആൾക്കാരുണ്ട്. 60ഉം 65ഉം വയസ്സൊക്കെ ഉള്ള ആളുകൾ വരെയുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജീവിതം വെറുതെ ഇരുന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടൈം, അല്ലെങ്കിൽ കളിച്ചിരിച്ച് നടക്കേണ്ട ഒരു ടൈം അവർ പഠിക്കാൻ വന്നിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആഗ്രഹത്തോടു കൂടി പഠിക്കണം, കഷ്ടപ്പെടണം എന്നൊരു മെന്റാലിറ്റിയിൽ ഉറപ്പായിട്ടും ഇപ്പൊ എന്റെ വല്യുമ്മ, എന്റെ വല്യുപ്പാടെ ഒക്കെ പ്രായം ഉണ്ടാവും. അപ്പൊ എന്നിട്ട് അവർ വരുന്നത് എന്തിനാണ്? അത് പഠിച്ചെടുക്കണം എന്ന ഒരു ഡിറ്റർമിനേഷനോടുകൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമാകട്ടെ നമുക്കതൊക്കെ മറികടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകളിലേക്ക് തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരാഴ്ച കണ്ടിന്യൂസ്ലി ക്ലാസ് ഉണ്ടാവും കുറച്ച് ദിവസം. സാധാരണ 5 ഇയറുകാർക്ക് ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ക്ലാസ് കണ്ടിന്യൂസ്ലി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു മാസം 1.25 മൊഡ്യൂളാണ് തീർക്കുന്നത്. 1.25 മൊഡ്യൂൾ തീരുമ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് ആണ്, പിന്നെ പഠിക്കാനുള്ള ടൈം തരും. അപ്പോൾ 5 ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഈ 1.25 മൊഡ്യൂൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാസം പകുതിയോ മുക്കാലോ എത്തുമ്പോൾ 1.25 തീരും. അത് കഴിയുമ്പോൾ ആ ലാസ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക്സും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തുടക്കമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ റെസ്റ്റ് ഇല്ല, കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കുകയാണ്. 3 ഇയറിന് ഒട്ടും റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. 3 ഇയറിന് 5 സബ്ജക്റ്റ് ഉണ്ട്.
2 നേരം വെച്ച് ക്ലാസ് ഉണ്ടാവും. 2 നേരം എന്ന് പറഞ്ഞാൽ രാത്രി തന്നെയാണ്. 7 to 8ഉം 8 to 9ഉം കാണും. ചില ദിവസങ്ങളിൽ 7 to 9ഉം 3 ഇയറിന് മാത്രമേ ആയിരിക്കുള്ളൂ. അത് ടൈം ഷെഡ്യൂൾ എല്ലാം ഗ്രൂപ്പിന്റെ അകത്ത് നേരത്തെ അറിയിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ മൊഡ്യൂൾ 2 നമ്മൾ നോക്കാൻ പോവുകയാണ്. മൊഡ്യൂൾ 2ൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ഇത് എസ് ആയിട്ട് പലപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ നമ്മൾ തുടങ്ങാൻ പോകുന്നത് തന്നെ ഒരു എസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് കേട്ടോ. ഒരു എസ് ആയിട്ട് എപ്പോഴും ലോ പേപ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ പേപ്പറിൽ എസ് ആയിട്ട് കൃത്യമായി പല വർഷങ്ങളും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ളത്. ഇതിന്റെ അകത്ത് ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫൈനാൻഷ്യൽ ഇങ്ങനെ 3 തരമുണ്ട്. ഇതിൽ ഓരോന്നിനെയും വീണ്ടും എസ് ആയിട്ട് ചോദിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് മാത്രമായിട്ട് ചോദിക്കാം, ലെജിസ്ലേറ്റീവ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോ വലിയ നല്ല രസത്തില് നല്ല ആർട്ടിക്കിൾസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയയാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം. അപ്പൊ ഈ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിന്റെ അകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി. എന്നിട്ട് നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എത്ര സ്കെഡ്യൂളുകൾ ഉണ്ട്? 12. എത്ര ഉണ്ട്? 12 സ്കെഡ്യൂൾസ് ഉണ്ട്. അതെ. സ്കെഡ്യൂൾ 7ൽ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയാവോ? സ്കെഡ്യൂൾ 7 ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്കെഡ്യൂൾ 7 നിങ്ങൾ ഇത് ക്ലാസ് തുറക്കൂലേ? കോളേജിൽ ക്ലാസ് തുറക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് മിസ്സുമാർ ചോദിക്കൂട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും മിക്ക കോളേജിലും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞാൻ ഇത് എൻട്രൻസ് പഠിച്ച എനിക്ക് ഒരു ഓർമ്മ ഉണ്ടായി. ഞാൻ ചാടിക്കയറി ഉത്തരം പറഞ്ഞു. ഉത്തരം അറിയില്ല എങ്കിൽ അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ. സ്കെഡ്യൂൾ 7ൽ എന്തിനെ പറ്റിയാ പറയുന്നത്? ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. ലിസ്റ്റുകൾ 3 ലിസ്റ്റുകൾ ഉണ്ട്. 3 ലിസ്റ്റ്. എന്താണ് ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. 3 തരം ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 തരം ലിസ്റ്റുകൾ ഉണ്ട് എന്നാണ് സ്കെഡ്യൂൾ 7ൽ പറയുന്നത്. ഈ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നിയമം ഉണ്ടാക്കാനുള്ള സബ്ജക്ട് മാറ്ററുകളെയാണ് ഈ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ലിസ്റ്റ് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അമ്മമാര് ലെറ്റർ എഴുതി തന്നു വിടുമല്ലോ ഒരു പേപ്പറിന്റെ അകത്ത്. എടാ പച്ചക്കറി കടയിൽ പോയിട്ട് എന്ത് വാങ്ങണം? ഇത് വാങ്ങണം, തക്കാളി വാങ്ങണം, പൊട്ടാറ്റോ വാങ്ങണം, പിന്നെ ക്യാബേജ് വാങ്ങണം, കുക്കുംബർ വാങ്ങണം. അപ്പൊ അതൊരു ലിസ്റ്റാണ്. അതിൻ്റെ അകത്ത് ഇത്ര സാധനങ്ങൾ ഉണ്ടാവും. ഇതേപോലെ ഒരു കൂട്ടം മാറ്റേഴ്സ് പറയുന്ന ഒരു സംഭവത്തിനാണ് ലിസ്റ്റ് എന്ന് പറയാം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ആണോ, യൂണിറ്ററി ആണോ, അതോ മറ്റേതെങ്കിലും ആണോ നമ്മുടെ രാജ്യം? നമ്മുടെ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്താ? അതെ അതെ, കോസി ഫെഡറൽ ആണ്. അതെ റൈറ്റ് ആൻസർ. കോസി ഫെഡറൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഫെഡറൽ ആണ്, എന്നിരുന്നാലും ചില യൂണിറ്ററിയുടെ ഫീച്ചേഴ്സും ഉണ്ട് എന്നല്ലേ? അപ്പോ ഒരുപാടും ഫെഡറലിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മൾ ഫെഡറലിന്റെ ഫീച്ചേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പാർട്ട് 1ൽ ഞാൻ തന്നെ പല തവണ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചറുകളൊക്കെ നിങ്ങളൊന്ന് പറയോ? അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫീച്ചർ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചറുകൾ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണെന്ന് പറയാനുള്ളതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്? ഫീച്ചറുകൾ എന്തൊക്കെയാണ്? ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവേണ്ട ഫീച്ചർ ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? കേൾക്കുന്നില്ല ഗായത്രി? പറക്കെ. ഗായത്രി പറയുന്ന കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഗായത്രി ഒന്നുകൂടെ പറഞ്ഞേ. ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് സാലിയൻ ഫീച്ചേഴ്സ് അല്ലേ? ഞാൻ ചോദിക്കുന്നത് അതല്ല. ഫെഡറൽ ഫീച്ചേഴ്സ് ആണ്. ഫെഡറലിന്റെ ഫീച്ചറുകളാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫീച്ചർ ആണ്. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്ന്. അതെ, അതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, അതായത് നമ്മുടെ രാജ്യം എന്നുള്ളത് ഒരു ഫെഡറൽ ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏകാധിപത്യം ഉള്ള രാജ്യമല്ല. ചില രാജ്യങ്ങളുണ്ട് സെൻട്രലിൽ മാത്രം ഭരിക്കുന്ന രാജ്യം. ഇപ്പൊ സൗദിയൊക്കെ ആണെങ്കിൽ സൗദിക്ക് ഒരു രാജാവുണ്ട് സെൻട്രലായിട്ട്. പുള്ളിക്കാരനായിരിക്കും മൊത്തം ഭരണം നടത്തുന്നത്. അതായത് സൗദിയുടെ ഓരോരോ ഭാഗത്തിനും ഓരോരോ
സെപ്പറേറ്റ് ഗവൺമെന്റ് ഒന്നും ഉണ്ടാവാറില്ല. അതൊരു സെൻട്രൽ ആണ്. അതുകൊണ്ട് ഗവൺമെന്റ് എന്നുള്ളത് ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ, ഒറ്റ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു ഫെഡറലിന് സാമീപ്യമുള്ള ഒരു രാജ്യമാണ്. അതായത് സെൻട്രലിന് ലോ മേക്ക് ചെയ്യുന്നത് സെൻട്രലിന് ഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റും സ്റ്റേറ്റിന് ലോ മേക്ക് ചെയ്യുന്നത് സ്റ്റേറ്റിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റും ആയിരിക്കും. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ രണ്ടും വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് സെൻട്രലിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി എന്നുള്ളത്. അപ്പോ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്നൊരു ടോപ്പിക് നമ്മളിപ്പോ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോസി ഫെഡറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം സെൻട്രലിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ഉണ്ട്. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരെണ്ണം ഉണ്ട്. ആരാണ് ഇപ്പൊ BJP NDA സർക്കാരാണ് ഇപ്പൊ സെൻട്രലിൽ കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേറ്റ് ഒരെണ്ണം ഉണ്ട്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി LDF സർക്കാരാണ് സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ മാറ്റേഴ്സിൽ സ്റ്റേറ്റിനേതായ ഒരു ഗവൺമെന്റ് ഉണ്ട്, സെൻട്രലിന്റേതായ ഗവൺമെന്റ് ഉണ്ട്. അപ്പോ രണ്ട് രീതിയിലുള്ള ഗവൺമെന്റും ഉണ്ടല്ലോ. അപ്പൊ നിയമം ഉണ്ടാക്കുന്നത് ആരാണ്, സെൻട്രൽ ആണോ സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ഒരു സംശയമല്ലേ. അതിന്റെ ഉത്തരവാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലൂടെ. അതായത് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് നമ്മുടെ രാജ്യം കോസി ഫെഡറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് രണ്ട് രീതിയിലുള്ള ഗവൺമെന്റുകൾ ഉണ്ട്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. രണ്ട് രീതിയിലുള്ള ഗവൺമെന്റ് ഉണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ഗവൺമെന്റ് ഉള്ളപ്പോ ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ നിയമം ഉണ്ടാക്കും, ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ നിയമം നടപ്പിലാക്കും എന്നൊരു കാര്യം ഒരു സംശയമാണല്ലോ നമുക്ക്. അതായത് സെൻട്രലിന്റെ അധികാരം സ്റ്റേറ്റിന്റെ അധികാരം കൊടുക്കണം. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ സ്റ്റേറ്റിന് അധികാരമുണ്ട്, സെൻട്രലിന് ഏതൊക്കെ ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 245 ആർട്ടിക്കിൾ 245 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഏകദേശം ആർട്ടിക്കിൾ 297 98 അത് നമ്മൾ പഠിക്കും. ഏതാണ്ട് അത്രയും 50ഓളം ആർട്ടിക്കിൾസിൽ എന്ത് ചെയ്യുന്നത്, സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ സെൻട്രലിന് നിയമം ഉണ്ടാക്കാം, ഏതൊക്കെ വിഷയങ്ങളിൽ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം എന്ന കൃത്യമായ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കും. ഏതൊക്കെ വിഷയങ്ങളിൽ സ്റ്റേറ്റ് നിയമം നടപ്പിലാക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ സെൻട്രലിൽ നിയമം നടപ്പിലാക്കണം എന്ന കാര്യം നമ്മൾ പഠിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് സെന്റർ സ്റ്റേറ്റ് റിലേഷനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷൻ, സെന്ററും സ്റ്റേറ്റും തമ്മിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ ഉണ്ട്. ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള രണ്ട് പേര് തമ്മിലുള്ള ബന്ധം. അതായത് സെൻട്രൽ ഏതൊക്കെ മാറ്ററിൽ നിയമം ഉണ്ടാക്കും, സ്റ്റേറ്റ് ഏതൊക്കെ മാറ്ററിൽ നിയമം ഉണ്ടാക്കും, ഇതാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 245 മുതൽ 255 വരെ നോട്ട് ചെയ്യുക. 245 245 മുതൽ 255 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു 11 ആർട്ടിക്കിളിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നിയമം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണ്ടേ, എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന കാര്യം പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞ പാർട്ടിലാണ്. അത് ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയാണ്. 256 മുതൽ 263 വരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ. 264 മുതൽ താഴത്തോട്ട് ഫൈനാൻഷ്യൽ റിലേഷൻ, അതായത് സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധം. അതായത് ടാക്സ് ഒക്കെ കൊടുക്കൂലേ, നമ്മൾ കൊടുക്കുന്ന ടാക്സ് സ്റ്റേറ്റിന് കൊടുക്കണോ സെൻട്രലിന് കൊടുക്കണോ, സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെ വീതിച്ചെടുക്കും, എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം ഒരു കോസി ഫെഡറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രണ്ട് ബോഡീസ് ഉണ്ട്. രണ്ട് ബോഡീസിനും അവരുടേതായ സെപ്പറേറ്റ് അധികാരങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അധികാരം വീതിച്ചെടുക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തന്നെ ഉള്ളത്. ആ ഒരു ടോപ്പിക്കിൽ 3 രീതിയിലുള്ള റിലേഷനെ പറ്റി നമ്മൾ പഠിക്കും. ലെജിസ്ലേറ്റീവ് റിലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, ലാസ്റ്റ് ഫൈനാൻഷ്യൽ റിലേഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കി. നിങ്ങൾ സ്ലൈഡ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 2. ഓക്കെ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? സൂം ചെയ്യണോ? ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ,
അപ്പോ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ആരാ ഇത് വായിക്കുക? ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ഓക്കെ, സനോജ് വായിക്കും. സാർ എനിക്ക് സ്ക്രീൻ കാണുന്നില്ല, വേറെ ആരെങ്കിലും വായിക്കുന്നതായിരിക്കും നല്ലത്. സ്ക്രീനെ ബാക്കി ആർക്കെങ്കിലും സ്ക്രീൻ കാണാതിരിക്കുന്നുണ്ടോ? ബ്ലർ ആവുന്നുണ്ട് സ്ക്രീൻ. ബാക്കിയുള്ളവർക്കോ? ഇപ്പം കാണാം സാർ. ഓക്കെ, ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കാണാൻ പറ്റാത്തവർക്ക്, അപ്പൊ അത് കാണാൻ പറ്റും. ഓക്കെ, നാളെ മുതലേ നിങ്ങൾക്ക് നോട്ട്സ് ഗ്രൂപ്പിൽ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻ നോക്കണം എന്നില്ല. ചിലർക്ക് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള നോട്ട് നോക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതിന് വായിച്ചോളൂ മനോജ്. Center state relation. The Indian Constitution's federal system divides all legislative, executive, and financial powers between the center and the states. However, because the Constitution established a unified judicial system to uphold both federal and state laws, there is no division of powers in the judiciary. Even though the federal government and the states are leaders in their own fields, for the federal system to work effectively, there must be the greatest possible concord and cooperation between them. Dr. B.R. യെസ്, ഇത്രയും മതി. സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫെഡറൽ സിസ്റ്റം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ ആയതുകൊണ്ട് തന്നെ ഡിവൈഡ്സ് ഓൾ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫൈനാൻഷ്യൽ പവർ ബിറ്റ്വീൻ ദി സെന്റർ ആൻഡ് സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തുള്ള ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം, ലോ നടപ്പിലാക്കാനുള്ള അധികാരം, ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട അധികാരം, ഇത് സെൻട്രലിനും സ്റ്റേറ്റിനും പരസ്പരം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി സെൻട്രലിന് എടുക്കാൻ പറ്റുമോ? പറ്റൂല. സ്റ്റേറ്റിന് എടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഇത് വീതിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ അല്ലേ. സെൻട്രലിന്റെ അധികാരം, സ്റ്റേറ്റിന്റെ അധികാരമുള്ള രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാറ്റേഴ്സും രണ്ടു പേർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ അത് കൃത്യമായി വീതിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. However, because the constitution established a unified judicial system to uphold both federal and state laws. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഡെമോക്രസിക്ക് 3 പില്ലർ ഉണ്ട്. ഏതൊക്കെയാണത്? 3 പില്ലേഴ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ് ആ പില്ലേഴ്സ്? Legislature, executive, judiciary ആണോ? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇവിടെ നമ്മൾ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവിന്റെ കാര്യം പഠിച്ചു, ജുഡീഷ്യറിയുടെ കാര്യമൊന്നും പഠിച്ചില്ലല്ലോ. സെൻട്രലിന്റെ ജുഡീഷ്യറിയും സ്റ്റേറ്റിന്റെ ജുഡീഷ്യറിയും അതിനെ വീതിച്ചിട്ടുണ്ടോ? സെൻട്രലിന്റെ ജുഡീഷ്യറി മാത്രം ഇടപെടും, സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ സെൻട്രലിന്റെ ഇടപെടൂല. സ്റ്റേറ്റിന്റെ ജുഡീഷ്യറി സെൻട്രലിന്റെ കാര്യത്തിൽ ഇടപെടൂല. അങ്ങനെ ഒരു വീതം വെപ്പുണ്ടോ? അതില്ല. ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവിലും മാത്രമേ ഇങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ വീതിച്ചെടുത്തിട്ടുള്ളൂ. However, because the constitution established a unified judicial system, ഇങ്ങനെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് മാത്രം ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന്റെ കാരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം ആണ് നൽകുന്നത് ഫെഡറലിനും സ്റ്റേറ്റിനും. അതായത് എല്ലാവർക്കും കൂടി ഒരു കോടതി, അത്രേ ഉള്ളൂ. സുപ്രീം കോടതി, ഹൈക്കോടതിക്ക് സെൻട്രലിന്റെ മാറ്റേഴ്സിൽ ഇടപെടാം, കുഴപ്പമില്ല. സുപ്രീം കോടതിക്ക് സ്റ്റേറ്റിന്റെ മാറ്ററിലും ഇടപെടാം, അതും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു വീതം വെപ്പ് എവിടെയില്ല? ജുഡീഷ്യറിയുടെ വിഷയത്തിലില്ല. There is no division of power in the judiciary. ജുഡീഷ്യറിക്ക് ഇങ്ങനെ ഡിവിഷൻ ഓഫ് പവർ ഇല്ല. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ചിലപ്പോൾ നാളെ തമിഴ്നാട് ഹൈക്കോടതിയിൽ പോയിരിക്കും, അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വീതം വെപ്പ് ഇല്ല ജുഡീഷ്യറിയിൽ. ബാക്കിയുള്ള മേഖലയിലൊക്കെ എന്തുണ്ട്? സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ ഒരു ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈവൻ ദോ ദി ഫെഡറൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ലീഡേഴ്സ് ഇൻ ദെയർ ഓൺ ഫീൽഡ്. സെൻട്രലിനും സ്റ്റേറ്റിനും കൃത്യമായിട്ടുള്ള വീതം വെപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടേതായ വിഷയങ്ങളിൽ അവരായിരിക്കും പ്രാമുഖ്യമുള്ളവർ. സെൻട്രലിന്റെ ഒരു വിഷയമുണ്ട്, സെൻട്രലിന് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം, സെൻട്രലിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ലോയുടെ എക്സ്റ്റെന്റ്, ആ ഒരു വിഷയത്തിൽ സെൻട്രലിനായിരിക്കും ലീഡർ ആയിട്ടുണ്ടാവുക. സ്റ്റേറ്റിന് ലോ മേക്ക് ചെയ്യാൻ വേണ്ടി വേറെ വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ വിഷയങ്ങളിൽ ലീഡേഴ്സ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ സെൻട്രലിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവരവരുടേതായ ഫീൽഡുകളിൽ അവരവരായിരിക്കും ലീഡേഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഈ ഒരു കോട്ട് നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. ഡോക്ടർ ബി ആർ അംബേദ്കർ once said that the basic principle of the federation is that legislative. നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ ആണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്, ഫെഡറൽ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്നുള്ളത് എന്താണ്? Is that legislative and executive authorities divided between center and state, not by law to established by center, but by the constitution. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ ആണ് എന്ന് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്തെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവർ
സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിന് വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സെൻട്രൽ ഉണ്ടാക്കിയ നിയമത്തിലൂടെ അല്ല അങ്ങനെ വിധിച്ചത്, മറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അത് വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. അത് സെൻട്രൽ ഉണ്ടാക്കിയ നിയമം വഴിയൊന്നും അല്ല ഇങ്ങനെ അധികാരം വിധിച്ചു കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട് ഇങ്ങനെ വിധിച്ചു കൊടുക്കണം അത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രൽ സ്റ്റേറ്റിന്റെ ഇടയിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഡോക്ടർ BR അംബേദ്കറിന്റെ കോട്ടും ആ ഒരു ഇൻട്രൊഡക്ഷനും മനസ്സിലാക്കി നോക്കി വെക്കുക. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിലും നോക്കിയിടാമോ? നിങ്ങളെ തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, തംസപ്പ് ഇട്ടോളൂ. കാണാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ സ്ലൈഡ് നോക്കിക്കേ. യെസ്, അപ്പോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് തമ്മിൽ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പഠിച്ചു. There are 3 types of relationship involved in the center state. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പഠിച്ചു. അപ്പൊ 3 രീതിയിലുള്ള റിലേഷൻ ആണ്. 3 മാറ്റേഴ്സിൽ ഇങ്ങനെ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? 1 ലെജിസ്ലേറ്റീവ്, 2 അഡ്മിനിസ്ട്രേറ്റീവ്, 3 ഫൈനാൻഷ്യൽ. ഇങ്ങനെ 3 രീതിയിലുള്ള റിലേഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലെജിസ്ലേറ്റീവ് റിലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ. അതിന്റെ അകത്ത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ് ആദ്യത്തത്. ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഉണ്ടാക്കാനുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെൻട്രലിൽ ഏതൊക്കെ വിഷയത്തിൽ നിയമം ഉണ്ടാക്കും? സെൻട്രലിൽ നിയമം ഉണ്ടാക്കുന്നത് ആരായിരിക്കും? പാർലമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കുക. സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കുന്നത് നിയമസഭകളായിരിക്കും. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ ഒരു പോലീസിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ആര് നിയമം ഉണ്ടാക്കും? ഒരു പട്ടാളത്തിന്റെ വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആര് നിയമം ഉണ്ടാക്കും? ഇതൊരു സംശയമാണല്ലോ. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ കിട്ടും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 245 മുതൽ 255, ഇത് മറക്കരുത്. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയുള്ള ആർട്ടിക്കിൾസിന്റെ അകത്ത് ലെജിസ്ലേറ്റീവ് റിലേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഏതൊക്കെ മാറ്ററിൽ ആരൊക്കെ നിയമം ഉണ്ടാക്കണം എന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. Article 245 to 255 of the Indian Constitution deals with the legislative relation between the center and state. ഈ ഒരു ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്, ലെജിസ്ലേറ്റീവ് റിലേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. Indian Constitution also divides the legislative power between the center and state with respect to both territories and the subjects of the legislation. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട് 2 രീതിയിലുള്ള അധികാരങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ ബൗണ്ടറിയുടെ അകത്ത് നിയമം ഉണ്ടാക്കാം, ഇന്ത്യക്ക് ഇന്ത്യയുടെ ബൗണ്ടറിയുടെ അകത്ത് നിയമം ഉണ്ടാക്കാം. അപ്പൊ ബൗണ്ടറി പരമായി, ടെറിട്ടറി പരമായിട്ട് നിയമം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ സബ്ജക്ട് മാറ്ററിന്റെ വിഷയങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇന്ന സബ്ജക്ട് മാറ്ററിൽ സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കിക്കോ, ഇന്ന സബ്ജക്ട് മാറ്ററിൽ സെൻട്രൽ നിയമം ഉണ്ടാക്കും. അപ്പൊ ഈ 2 രീതിയിലുള്ള ലെജിസ്ലേറ്റീവ് പവറിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലെജിസ്ലേറ്റീവ് റിലേഷനെ 2ആയി തിരിക്കുന്നുണ്ട്. 2 രീതിയിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ടെറിട്ടറിയുടെ ബേസിസിൽ സെൻട്രലിന് എന്ത് ചെയ്യുക? സെൻട്രലിന്റെ അകത്ത് മുഴുവൻ, സെൻട്രലിന്റെ അധികാര പരിധി എവിടെയൊക്കെയാണ്? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ടെറിട്ടറി മൊത്തത്തിൽ കിട്ടും. അപ്പൊ അവിടെയൊക്കെ സെൻട്രലിന് നിയമം ഉണ്ടാക്കുക. സ്റ്റേറ്റിന്റെ ടെറിട്ടറി, സ്റ്റേറ്റിന് കേരള സർക്കാരിന് തമിഴ്നാട്ടിലോട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സ്റ്റേറ്റിന്റെ ടെറിട്ടറിക്ക് അകത്തെ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടെറിട്ടറിയുടെ ബേസിസിൽ നിയമം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും പറയുന്നുണ്ട്. ഒപ്പം തന്നെ സബ്ജക്ട് മാറ്ററിന്റെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞുകൊണ്ട് അങ്ങനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന വിഷയങ്ങളിൽ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം, ഇന്ന വിഷയങ്ങളിൽ സെൻട്രലിന് നിയമം ഉണ്ടാക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. There are 4 aspects of the legislative relation. 4 കാര്യങ്ങളാണ് ആകെ മൊത്തം നമുക്ക് ഈ ഒരു ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്ത് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഏതൊക്കെയാണ് 4 എണ്ണം? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനും സെൻട്രലിനും ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം ടെറിട്ടറിയുടെ അധികാരം ഉപയോഗിച്ചിട്ട്. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഏതൊക്കെയാണ്? സെൻട്രലിന് ഏതൊക്കെ ബൗണ്ടറി വരും? സെൻട്രലിന് ഇന്ത്യൻ ഗവൺമെന്റിന് കേരളയിൽ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? അതിന്റെ ഒരു ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എത്രത്തോളമാണ്? ഒരു അധികാര പരിധിയുടെ അറ്റം എവിടം വരെയാണ്? സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എവിടം വരെയാണ്?
സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എവിടെയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചുത്തരം പറഞ്ഞേ. സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം എവിടം വരെ ആയിരിക്കും ഉണ്ടാവുക? സെന്ററിന്റെ ഹോൾ ഓഫ് ഇന്ത്യ. സ്റ്റേറ്റിനെയാണ് ചോദിക്കുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എത്രയായിരിക്കും? നിയമം ഉണ്ടാക്കാനുള്ള അത് തന്നെ, നിയമം ഉണ്ടാക്കാനുള്ള അധികാര പരിധിയുടെ ഒരു അറ്റം എന്നുള്ളത് ആ സ്റ്റേറ്റിന്റെ ആ ഒരു സ്റ്റേറ്റിന്റെ അകം മാത്രമാണ്, അതിന്റെ അപ്പുറത്തോട്ടില്ല. അപ്പൊ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിന്റെ അകം മാത്രമായിരിക്കും. ഇന്ത്യ എന്ന് പറയുമ്പോൾ സെൻട്രലാണ്. സെൻട്രലിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് നമ്മുടെ രാജ്യം മുഴുവനായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ ടോപ്പിക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ് അവിടെ വരിവരിയായി കൊടുത്തേക്കുന്നത്. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കും. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്. ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ നിയമം ഉണ്ടാക്കും, സെൻട്രൽ ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കും, സ്റ്റേറ്റ് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കും എന്നത് പഠിക്കും. മൂന്നാമത്തത് പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ സ്റ്റേറ്റ് ഫീൽഡ്. ജനറലി സ്റ്റേറ്റിന്റെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും ചില അടിയന്തര സാഹചര്യങ്ങൾ, ചില പ്രത്യേക സിറ്റുവേഷൻസിന്റെ അകത്ത് സ്റ്റേറ്റിന്റെ വിഷയങ്ങളിൽ കയറി സെൻട്രലിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അതിപ്പോ ജനറലി എങ്ങനെയാണല്ലോ. ഇപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം, വെറുതെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു യാത്ര പോണേന് വീട്ടിൽ നിന്ന്. അപ്പൊ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകൻ ചെറുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? പകുതി വണ്ടി ഓടിക്കാന്ന് പറയും പോകുന്ന യാത്രയിൽ. ആദ്യത്തെ ഒരു 50 കിലോമീറ്റർ നീ ഓടിച്ചോളാൻ പറയും. ചിലപ്പോൾ 50 കിലോമീറ്റർ മകൻ ഓടിക്കും. പക്ഷെ ഓടിക്കുന്നതിന്റെ ഇടക്ക് നല്ലൊരു ഇടുങ്ങിയ റോഡും ഭയങ്കര കട്ടറും ഭയങ്കര അപകടം പിടിച്ചൊരു റോഡ് വരും. ആ റോഡ് വരുമ്പോ മകന് വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥലമാണ് അത്. എന്നിരുന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? അച്ഛൻ വണ്ടി വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അച്ഛൻ അവിടെ ഓടിക്കും. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഓരോ ആളുകൾക്ക് വീതം വെച്ച് കഴിഞ്ഞാലും ഒരാളുടെ വിഹിതത്തിൽ ചിലപ്പോൾ മറ്റേ ആൾക്ക് ഇടപെടേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ജനറലി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ നമ്മുടെ രാജ്യത്തും ഉണ്ട്. സ്റ്റേറ്റിന് ലോ മേക്ക് ചെയ്യേണ്ട ഫീൽഡുകൾ ഉണ്ട്. അവിടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ സെൻട്രലിന് കയറി ലോ മേക്ക് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് സെൻട്രൽസ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ സെൻട്രലിന്റെ ഒരു കൺട്രോൾ ഉണ്ട്, സെൻട്രലിന്റെ ഒരു പിടുത്തമുണ്ട്. ഇതൊക്കെ നിങ്ങളിപ്പോ ഒരു ഡ്രൈ ആയിട്ട് തോന്നും. ഇത് നമ്മൾ താഴത്തോട്ട് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ല, താഴത്തോട്ട് പഠിക്കുമ്പോൾ ഇത് ആ ഡ്രൈനെസ് അങ്ങ് മാറിക്കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് 3 രീതിയിലുള്ള റിലേഷൻ ഉണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ലെജിസ്ലേറ്റീവ് റിലേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയാണ്. അതിൽ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്: ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട് മാറ്ററുകൾ, പിന്നെ സ്റ്റേറ്റിന്റെ ഫീൽഡിൽ കയറി പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നത്, അതായത് സെൻട്രലിൽ നിയമം ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്നുള്ളത്, അതേപോലെ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ സെൻട്രലിന് ഒരു കൺട്രോൾ ഉണ്ടാകും, അത് എപ്പോഴാണെന്നുള്ളതും നമ്മളിപ്പോ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തംസപ്പെടൂ. എനിക്കിത് ഓക്കെ ആണെന്നൊന്ന് ഉറപ്പ് വന്നാൽ അത്രയും കോൺഫിഡന്റ് ആവും. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു നാണവും വേണ്ട, കാരണം നിങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ വന്നവരാണ്. അപ്പൊ സംശയങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന്റെ പേരിൽ ഒന്നും നാണിക്കണ്ട. സംശയം ചോദിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ, കാരണം നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കട്ടോ. ഓക്കെ ഇട്ടു, എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാലോ. 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന് പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഈ 245 മുതൽ 255 വരെയാണ് ഈ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ഇനി പഠിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ ആർട്ടിക്കിൾ, ഓരോ ആർട്ടിക്കിൾ വൈസസിൽ ഞാനിവിടെ നോട്ട് കൊടുത്തേക്കുന്നത്, ആദ്യം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഉണ്ടാകും, തൊട്ട് താഴെ അതിന്റെ ഒരു അഡീഷണൽ വിശദീകരണം ഉണ്ടാവും. ഈ ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 245-ന് 2 ക്ലോസ് ഉണ്ട്, ക്ലോസ് 1, ക്ലോസ് 2. ആ 1, 2 ഇട്ടേക്കുന്ന ക്ലോസുകളാണ് കേട്ടോ. ആർട്ടിക്കിൾ 245, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 245 പറയുന്നത് എക്സ്റ്റെന്റ് ഓഫ് ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് മെയ്ഡ് ബൈ ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്. പാർലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സെൻട്രലാണ് കേട്ടോ. സെൻട്രലും സ്റ്റേറ്റുകളും ലോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പരിധി ഏതൊക്കെയാണ്? നമ്മൾ 4 കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞില്ലേ നേരത്തെ, അതിൽ ഒന്നാമത്തെ കാര്യമാണിത്. ഒന്നാമത്തെ കാര്യം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 4 കാര്യങ്ങളെ പറ്റി പഠിക്കും എന്ന് പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൽ, ലെജിസ്ലേറ്റീവ് റിലേഷന്റെ അകത്ത്. അതിൽ ഒന്നാമത്തത് ഏതായിരുന്നു? Territorial extent of central and state റൈറ്റ് legislation. ആൻസർ, ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതാണ് ആർട്ടിക്കിൾ 245 പറയുന്നത്. എക്സ്റ്റെന്റ് ഓഫ് ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിന്റെ എക്സ്റ്റെന്റ്, അതിന്റെ ഒരു അധികാര പരിധി എത്രത്തോളം ഉണ്ട്,
ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കിയിട്ട് അത് അമേരിക്കയിൽ നടപ്പിലാക്കാൻ പറ്റുമോ? കേരളത്തിൽ നിയമം ഉണ്ടാക്കിയിട്ട് അത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുമോ? അതാണ് ക്ലോസ് 1 പറയുന്നത്. സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്റ് മേ മേക്ക് ലോസ് ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. നമ്മുടെ പാർലമെന്റിന് ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ മുഴുവൻ രാജ്യത്തിന്, അതായത് ഇന്ത്യയുടെ അകം മുഴുവനായിട്ട് നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിലായിട്ട് ഒരു നിയമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് നിയമം ഉണ്ടാക്കാം. അതിന് അധികാരം ആർക്കുണ്ട്? പാർലമെന്റിന് അഥവാ സെൻട്രലിനുണ്ട്. അതായത് സെൻട്രലിന് നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിനായിട്ട് ഒരു നിയമം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം. ഇപ്പോ നമ്മുടെ പഞ്ചാബുകാർക്ക്, സിഖുകാർക്ക് പോലീസുകാരാണെങ്കിലും തലയിൽ തൊപ്പി വെക്കാം. പക്ഷെ അങ്ങനെ തൊപ്പി വെക്കാൻ ബാക്കി ഒരു ആൾക്കും ഒരു സംസ്ഥാനത്തിലും അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടില്ല. അപ്പൊ അത് അവിടുത്തെ റീജിയനിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു നിയമമാണ്. അതാരുണ്ടാക്കിയതാ? പാർലമെന്റ് ഉണ്ടാക്കിയതാ. അപ്പൊ പാർലമെന്റ് അങ്ങനെ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്തു? ഒരു നിയമം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ ഇന്ത്യക്ക് മുഴുവനായിട്ട് ഒരു നിയമം ഉണ്ടാക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ രാജ്യത്തിന് മുഴുവനായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു നിയമമാണ് ഏത്? BNS, ഭാരതീയ ന്യായ സംഹിത, അല്ലെങ്കിൽ IPC, നിങ്ങൾ പഠിക്കുന്ന കോൺട്രാക്ട് ആക്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള നിയമമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ക്ലോസ് 1 പറഞ്ഞത്. തീർന്നിട്ടില്ല. 1 തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദി ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് മേ മേക്ക് ലോസ് ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേറ്റിന്റെ അകത്ത് മൊത്തത്തിലായിട്ടോ സ്റ്റേറ്റിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിന് വേണ്ടി മാത്രമായിട്ടോ നിയമം ഉണ്ടാക്കാം. അപ്പൊ കേരള എന്ന സംസ്ഥാനത്തിന് എന്ത് ചെയ്യാം? നമ്മുടെ കേരളത്തിന് മൊത്തത്തിലൊരു നിയമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എറണാകുളം ജില്ലക്ക് വേണ്ടി മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കാം. പക്ഷെ കേരളം വിട്ട് നിയമം ഉണ്ടാക്കാൻ അധികാരം ഇവിടെ പറയുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് എന്നുള്ളത് ആ സ്റ്റേറ്റിന് മൊത്തത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും പാർട്ടിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാം. സെൻട്രലിന്റെ എന്നുള്ളത് സെൻട്രലിന് മൊത്തത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സെൻട്രലിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 245 ക്ലോസ് 1 നോക്കിയത്. ക്ലോസ് 2 പറയുന്നത് എന്താ അറിയോ? ഇൻ കേസ് നമ്മുടെ രാജ്യം ഒരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിന് ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ സംഭവിച്ചു. എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി വിട്ടിട്ട് നമ്മുടെ വേറെ രാജ്യത്തിലെ ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. നമ്മുടെ രാജ്യം ഒരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിൽ നമ്മുടെ രാജ്യം വിട്ട് വെളിയിലുള്ള രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളെ അഫക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള പാകിസ്ഥാനിലെ ആളുകൾ ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഒരു നിയമം ഉണ്ടാക്കി. അവർ താമസിക്കുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം നമ്മുടെ ഇന്ത്യക്കുള്ളൂ. ഇൻ കേസ് നമ്മുടെ ഇന്ത്യയുടെ വെളിയിലുള്ള രാജ്യത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അതിനാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ. നമ്മുടെ ടെറിട്ടറി വിട്ട് എക്സ്ട്രാ അപ്പുറത്തോട്ട് ആപ്ലിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തിനെ നമുക്ക് ഇൻവാലിഡ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ ജനറലി നമ്മുടെ ഇന്ത്യയുടെ അകത്താണ് നിയമം ഉണ്ടാക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പുറത്തോട്ട് നിയമം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇൻ കേസ് ഒരു നിയമം ഉണ്ടാക്കിയാൽ അതിനെ ഇൻവാലിഡ് ആക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഇൻവാലിഡ് ആക്കാൻ കോടതികൾക്ക് പറ്റൂല എന്നാണ് ക്ലോസ് 2 പറയുന്നത്. നോ ലോ മെയ്ഡ് ബൈ പാർലമെന്റ് ഷാൾ ബി ഡീംഡ് ടു ബി ഇൻവാലിഡ്. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിനെ ഇൻവാലിഡ് എന്ന് വിളിക്കാൻ പാടില്ല ഓൺ ദി ഗ്രൗണ്ട്, ഒരു കാരണം കൊണ്ട്, ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ. ആ ഒരു നിയമം നമ്മുടെ രാജ്യത്തിന്റെ വെളിയിലുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യപ്പെടുന്നു. ശരിക്കും ഇന്ത്യയുടെ അകത്ത് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളൂ, പുറത്തോട്ട് പാടില്ല എന്ന ഒരു റൂൾ ഉണ്ട്. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇൻ കേസ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ അതിനെ ഇൻവാലിഡ് ഒന്നാക്കാനുള്ള അധികാരം നമ്മുടെ കോടതികൾക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ക്ലോസ് 2 പറയുന്നത്. അപ്പൊ ക്ലോസ് 1 നമ്മുടെ രാജ്യത്തിന് മുഴുവനായിട്ടോ രാജ്യത്തിലെ ഏതെങ്കിലും പാർട്ടിന് വേണ്ടിയോ സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റിന്റെ മുഴുവൻ ഭാഗങ്ങൾക്കോ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും പാർട്ടികൾക്ക് വേണ്ടിയോ നിയമം ഉണ്ടാക്കാന്നുള്ള കാര്യം ക്ലോസ് 1 പഠിച്ചു. ക്ലോസ് 2 എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരൊറ്റ റീസൺ പറഞ്ഞ് അതിനെ ഇൻവാലിഡ് ആക്കാൻ പാടില്ല എന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്ലോസ് 2 അകത്ത് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ആർട്ടിക്കിൾ 245 നോക്കിയത്. ഇനി ആർട്ടിക്കിൾ 245 ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യം തന്നെ. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ദി എബിലിറ്റി ടു പാസ് ലെജിസ്ലേഷൻ, അതായത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, കവേഴ്സ് ഓൾ ഓർ പോർഷൻ ഓഫ് ഇന്ത്യസ് ടെറിട്ടറി ബിലോങ്സ് ടു പാർലമെന്റ്. നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ വശങ്ങൾക്കോ ഇന്ത്യയുടെ അകത്തുള്ള ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വേണ്ടിയോ
നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്, സെൻട്രലിനാണ്. ലോസ് ക്യാൻ ബി പാസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ദാറ്റ് ഇസ് അപ്ലിക്കബിൾ ടു ദി എൻറ്റയർ സ്റ്റേറ്റ് ഓർ ഓൺലി എ പോർഷൻ ഓഫ് ഇറ്റ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ സംസ്ഥാനങ്ങളെ മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിനെ അപ്ലിക്കബിൾ ആവുന്ന രീതിയിലോ മാത്രമായി ലോ മേക്ക് ചെയ്യാം. അൺലെസ് ദർ ഇസ് എ സഫിഷ്യന്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദി ഒബ്ജക്റ്റ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ആണ് ഈ പറയുന്നത്. സ്റ്റേറ്റിന് അങ്ങനെ നിയമം ഉണ്ടാക്കാം, സ്റ്റേറ്റിന്റെ അകത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, പക്ഷെ പുറത്തോട്ട് ഉണ്ടാക്കാം. അൺലെസ് ദർ ഇസ് എ സഫിഷ്യന്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഇൻ കേസ് നമ്മുടെ സ്റ്റേറ്റ് പുറത്തുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല, ഒരു കൃത്യമായ റീസൺ ഉണ്ടായാലല്ലാതെ. അതായത് കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉദാഹരണമൊക്കെ കേസിലൊക്കെ പഠിക്കാനുണ്ട്, അത് നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെ കൃത്യമായ ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു സ്റ്റേറ്റും ആ സ്റ്റേറ്റിന്റെ അപ്പുറത്തോട്ട് വിട്ടുകിടക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു കണക്ഷൻ ഉണ്ട്, സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലോ മേക്ക് ചെയ്തു, കൃത്യമായ സഫിഷ്യന്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ ഇല്ലാതെ ഒരിക്കലും സ്റ്റേറ്റ് വിട്ടുകിടക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി, ദി ഓൺലി ബോഡി വിത്ത് ദി പവർ ടു പാസ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ ഇസ് പാർലമെന്റ്. നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ എക്സ്ട്രാ ടെറിട്ടോറിയൽ രീതിയിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അത് പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഇൻവാലിഡ് ഒന്നും ആക്കാൻ പാടില്ല. പക്ഷെ സ്റ്റേറ്റുകൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. കേരള തമിഴ്നാട്ടിന്റെ വിഷയത്തിൽ അപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ ഒരു കാരണവും ഇല്ലാതെ നിയമം ഉണ്ടാക്കി, അത് ഇൻവാലിഡ് ആണ്, പറയാൻ പറ്റും. പക്ഷെ ഇൻ കേസ് പാർലമെന്റ് പാകിസ്ഥാന്റെ വിഷയത്തിൽ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഉണ്ടാക്കിയാൽ അതിന് ഇൻവാലിഡ് എന്ന് വിളിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 245 നോക്കിയത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഫാസ്റ്റിൽ എന്ത് ചെയ്ത് ഒന്ന് തംസപ്പെട്ടെ. ആർട്ടിക്കിൾ 245 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 246 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 246 പറയുന്നത് 4 ക്ലോസുകളെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കും. ആർട്ടിക്കിൾ 246. അതായത് നമ്മൾ 4 സബ്ജക്റ്റിനെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. രണ്ടാമത്തെ വിഷയം ഏതായിരുന്നു? രണ്ടാമത്തെ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ, അതേതായിരുന്നു? ഒന്നാമത്തെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ്, അതിപ്പോ കഴിഞ്ഞു, ആർട്ടിക്കിൾ 245. രണ്ടാമത്തെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്. സബ്ജക്ട് മാറ്റർ വീതിച്ചു കൊടുക്കണം. ഇപ്പോ ടെറിട്ടറിയുടെ ബേസിസിൽ ഓരോരുത്തർ ആരൊക്കെ എവിടെയൊക്കെ നിയമം ഉണ്ടാക്കുന്നുള്ളത് പഠിച്ചു. ഇനി സബ്ജക്ട് മാറ്റർ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 3 സ്കെഡ്യൂൾ 7 3 ലിസ്റ്റുകളെ പറ്റിയുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന്റെ അകത്ത് പറയുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളിലാണ് സെൻട്രലിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് മിലിറ്ററിയുടെ വിഷയത്തിൽ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റൂല, സെൻട്രലിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് മാറ്റർ ആണ് യൂണിയൻ ലിസ്റ്റ് എന്നുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും യൂണിയനിന് മാത്രം, സെൻട്രലിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിയൻ ലിസ്റ്റ് വിച്ച് ഇസ് മെൻഷൻഡ്, വിച്ച് ഇസ് എൻറിച്ച്ഡ് ഇൻ സ്കെഡ്യൂൾ 7, ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ് ഫോർ യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. അത് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്ട് മാറ്റർ ആണ്. യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ആർക്ക് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സെൻട്രലിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് ഉദാഹരണത്തിന് എക്സാമ്പിൾ ആണ്, സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ഒരു സാധനമാണ് സ്റ്റേറ്റിന്റെ അകത്തുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഹെൽത്ത് എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. നമ്മുടെ സംസ്ഥാനത്തിൽ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സ്റ്റേറ്റിന്റെ അധികാരമാണ്. സ്റ്റേറ്റ് ആണ് ആ വിഷയത്തിൽ നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അധികാരം ഉണ്ടാക്കാൻ ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റിനാണ്. ഇനി ഒരു ലിസ്റ്റും കൂടിയുണ്ട്, കൺകറന്റ്. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, സെൻട്രലിനും സ്റ്റേറ്റിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് മാറ്റർ ആണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റിൽ ഒരുപാട് സബ്ജക്ട് മാറ്ററുകൾ ഉണ്ട്. ഏകദേശം യൂണിയൻ ലിസ്റ്റിൽ 100ഓളം മാറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിപ്പോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഗ്രൂപ്പിന്റെ അകത്ത് ഫോട്ടോ അയച്ചുതരാം. അതിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ അത് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്ന്. യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ ആര് ലോ മേക്ക് ചെയ്യുള്ളൂ? യൂണിയൻ ലോ മേക്ക് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിൽ സ്റ്റേറ്റ് ലോ മേക്ക് ചെയ്യും. കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന മാറ്റേഴ്സിന്റെ അകത്ത് സെൻട്രലും സ്റ്റേറ്റും ലോ മേക്ക് ചെയ്യും. ആർക്ക് വേണമെങ്കിൽ ലോ മേക്ക് ചെയ്യാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം, സെൻട്രലിനും നിയമം ഉണ്ടാക്കാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, റെസിഡറി എന്ന് പറയും. റെസിഡറി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ബാക്കിയുള്ളത് എന്നൊക്കെ അർത്ഥം. അതായത് ഇപ്പൊ സ്റ്റേറ്റിലും സെൻട്രലിലും യൂണിയനിലും കൺകറന്റിലൊക്കെ പറഞ്ഞതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് റെസിഡറി എന്ന് പറയുന്നത്. ഈ റെസിഡറിയിൽ ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാന്നറിയാവോ? ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും അത് പറയുന്ന ഒരു കുട്ടി ബ്രില്യന്റ് ആയിരിക്കും. അത് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ എക്സ്പ്ലനേഷൻ കാരണം കൂടി പറയണം. പറയൂ ഫാത്തിമ. റെസിഡറി ലോ മേക്ക് ചെയ്യാനുള്ള ആരാണ്? കാരണം എന്താ? സെൻട്രൽ ഗവൺമെന്റിനാണ് എല്ലാ സ്റ്റേറ്റിന്റെ മേലെയും പവർ ഉള്ളത്.
ആ അതാണ് കാരണം, ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ. അതായത് നമ്മുടെ രാജ്യം ഫെഡറൽ ആണെങ്കിൽ തന്നെയും കുറച്ച് യൂണിറ്ററി സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇച്ചിരി ഫെഡറലിന് അധികാരം കൂടുതലാണ് സ്റ്റേറ്റിനേക്കാൾ. അതുകൊണ്ട് ഇച്ചിരി ബാക്കിയുള്ളതൊക്കെ ആർക്ക് പോകും? സെൻട്രലിന് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ 245 പഠിച്ചു. 246ന്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. എളുപ്പമല്ലേ. 246ന് 4 ക്ലോസുകൾ ഉണ്ട്, 4 നമ്മൾ പറഞ്ഞില്ലേ. സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് ലോ മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് ബൈ ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളും പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളുടെയും സബ്ജക്ട് മാറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. ക്ലോസ് 1 പറയുന്നത് പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ enumerated in ലിസ്റ്റ് 1 ഇൻ ദി 7th ഷെഡ്യൂൾ. അതായത് യൂണിയൻ ലിസ്റ്റ്. ഷെഡ്യൂൾ 7 പറയുന്ന ഒന്നാമത്തെ ലിസ്റ്റ്, അത് യൂണിയൻ ലിസ്റ്റ് ആണ് കേട്ടോ. അത് യൂണിയൻ ലിസ്റ്റിന്റെ അകത്തുള്ള മാറ്റേഴ്സിൽ ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്, എക്സ്ക്ലൂസീവ് പവർ. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ഓൾസോ ഹാവ് പവർ ടു മേക്ക് ലോസ്. കണ്ടാ, ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ഓൾസോ ഹാവ്, അതിന്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിനും കൂടെ അധികാരമുണ്ട്. അതിന്റെ അർത്ഥം സ്റ്റേറ്റിന് മാത്രമല്ല. അപ്പൊ ഏതായിരിക്കും ഇപ്പൊ പറയാൻ പോകുന്നത്? നിങ്ങൾ പറഞ്ഞേ. സ്റ്റേറ്റിനും കൂടെ അധികാരമുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഏതായിരിക്കും? ഏത് ലിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ്. സ്റ്റേറ്റിന് മാത്രമാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അകത്ത് ലോ മേക്ക് ചെയ്യാൻ സ്റ്റേറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൾസോ ഹാവ്, സ്റ്റേറ്റിനും കൂടെ അധികാരം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം സെൻട്രലിനും ഉണ്ട്. ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ഓൾസോ ഹാവ് പവർ ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ enumerated ലിസ്റ്റ് ലിസ്റ്റ് 3 ആണ് കേട്ടോ. 3 ഇൻ ദി 7th ഷെഡ്യൂൾ. നമ്മൾ 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 3, അതായത് കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സിന്റെ അകത്ത് സ്റ്റേറ്റിനും കൂടെ അധികാരമുണ്ട്. അതായത് സെൻട്രലിനുള്ളതുപോലെ തന്നെ സ്റ്റേറ്റിനും ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. ക്ലോസ് 3 പറയുന്നത് ദി ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ, സ്റ്റേറ്റിനും മാത്രം അധികാരമുണ്ട് ടു മേക്ക് ലോസ് ഫോർ എനി സ്റ്റേറ്റ് ഓർ എനി പാർട്ട് ഓഫ് ദിയർ വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റേഴ്സ്. സ്റ്റേറ്റിന്റെ അകത്തുള്ള ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടി മാത്രമായിട്ടോ മുഴുവൻ സ്റ്റേറ്റിന് വേണ്ടിയോ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് മാത്രമേ ഉണ്ട്. ഏത് മാറ്റേഴ്സിന്റെ അകത്ത്? enumerated in ലിസ്റ്റ് 2. 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 2 ഉണ്ട്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്. അതിന്റെ അകത്ത് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിന് മാത്രമാണ്. നാലാമത്തത് പറയുന്നത് പാർലമെന്റ് ഹാസ് പവർ ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ ഫോർ എ പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ സ്റ്റേറ്റ് നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് ദാറ്റ് മാറ്റർ ഇസ് എ മാറ്റർ ഓഫ് enumerated in the സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് ഇപ്പൊ ഇവിടെ ഒന്നും പറയാത്ത ഏതെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യാത്ത സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒക്കെ മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോ മേക്ക് ചെയ്യാനുള്ള മാറ്റേഴ്സിനെ അധികാരം പാർലമെന്റിനാണ് ഉള്ളത്. അതാണ് നമ്മൾ ക്ലോസ് 4 നോക്കിയത്. ഈ ഒരു കാര്യം തന്നെ അടുത്തൊരു ആർട്ടിക്കിൾ ആയിട്ടും പറയുന്നുണ്ട്. അത് എളുപ്പമാണ് നോക്കാം. അപ്പൊ 246 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ 4 ക്ലോസുകളാണ്. ഒന്ന് സ്പീഡിൽ പറഞ്ഞേ. ക്ലോസ് 1 എന്താ പറഞ്ഞത്? ഓരോരുത്തർ പറയൂ. ക്ലോസ് 1 ഒരാൾ പറയും, വേഗം സ്പീഡിൽ പറയും. ടൈമില്ല, സ്പീഡിൽ പറയണേ. ഗായത്രി പറയൂ. ക്ലോസ് 1 246 ക്ലോസ് 1 എന്താ നമ്മൾ പഠിച്ചത്? ഓക്കെ, ഗായത്രിയുടെ മൈക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐശ്വര്യ പറയും. ഐശ്വര്യ. യൂണിയൻ ലിസ്റ്റിന്റെ ബേസിൽ പാർലമെന്റിന് ലോസ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ പറയണം. പാർലമെന്റിന് മാത്രം, എക്സ്ക്ലൂസീവ് എന്ന് പറയണം. 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1 ആയിട്ടുള്ള യൂണിയൻ ലിസ്റ്റിൽ പാർലമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. ക്ലോസ് 2 എന്താ പറഞ്ഞത്? ശൈലജിത്ത എന്താ പറഞ്ഞത്? ക്ലോസ് 2 ശൈലജത്തോടെ ഇല്ല. സനോജ് സണ്ണി എന്താണ് ക്ലോസ് 2 പറഞ്ഞത്? ഫാത്തിമ കേൻ. ക്ലോസ് 2 സ്റ്റേറ്റിനും സെൻട്രലിനും അധികാരമുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് സ്റ്റേറ്റിനും സെന്ററിനും ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് ക്ലോസ് 2 പറഞ്ഞത്. ക്ലോസ് 3 എന്താ പറഞ്ഞത്? ഫാത്തിമ കേൻ, പൽക്കിസ് മാനുത്ത. ക്ലോസ് 3 എന്താ പറഞ്ഞത്? ഹേമവത്സൻ ചേച്ചി പറയൂ. ചന്ദന, ഗീത ചേച്ചി പറയൂ. ആരെങ്കിലും ഒക്കെ പറയൂ. ക്ലോസ് 3 എന്താ പറഞ്ഞത്? ഹിബാസീസ്, പ്രമീള കേസ്, സാൻഡ്ര, സനോജ്. ക്ലോസ് 3 4 ഒന്നുകൂടി പറയൂ. എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കട്ടായി പോയി. ക്ലോസ് 3 ഒരാൾ പറഞ്ഞു കൊടുത്തേ. ക്ലോസ് 3 വാസുദേവ്, സ്മിത, അനൂപ് ഒരാൾ പറഞ്ഞു കൊടുക്കൂ. ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാള്. സ്പീഡിൽ. നമുക്ക് അടുത്ത സെഷൻ ഉള്ളതാ. 3 അടുത്ത ക്ലാസ് ഉണ്ട്. ഫാമിലി ഉണ്ട്. 8 മണിക്കായിരുന്നു. അത് പോസ്റ്റ്പോൺ ചെയ്ത് 8:20 ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് തീർക്കണത്. ക്ലോസ് 3ന്റെ അകത്ത് പറഞ്ഞത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിന് മാത്രം ലോ മേക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ.
അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സിന്റെ അകത്ത് സ്റ്റേറ്റിന് എക്സ്ക്ലൂസീവ് പവറാണ് ലോ ഉണ്ടാക്കാൻ, സെൻട്രലിനോ മറ്റാർക്കും അധികാരമില്ല. അതാണ് ക്ലോസ് 3 പറഞ്ഞത്. ക്ലോസ് 4 പറഞ്ഞത് ഈ മേൽ പറയപ്പെട്ട 3 ലിസ്റ്റുകളിലും പെടാത്ത മാറ്റേഴ്സിന്റെ അകത്ത് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ 246ന്റെ അകത്ത് നോക്കിയത്. ഓക്കെ, ആർട്ടിക്കിൾ 245, 246 നോക്കി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ് നമ്മൾ ഇപ്പൊ ആർട്ടിക്കിൾസ് ആയി പറഞ്ഞില്ലേ, അതിന്റെ തന്നെ ഒരു വിശദീകരണമാണ്. നിങ്ങൾ ഇത് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് വായിച്ചാൽ മതി. വെറുതെ ഞാൻ വായിച്ചു തരാം. ഇത് സിമ്പിൾ ആണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് സെയിം കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ അത് തന്നെ ഒരു essay മോഡലായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. പാർലമെന്റ് ഇസ് ദി എക്സ്ക്ലൂസീവ് അതോറിറ്റി വെൻ ഇറ്റ് കംസ് ടു ദി യൂണിയൻ ലിസ്റ്റ്. In most cases, the state legislature alone has the power to pass legislation pertaining to the things on the state list. State and federal government can both pass laws on the subject matter mentioned in the concurrent list. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേജിൽ പറയുന്നത്. ആർട്ടിക്കിൾ 249. ഓക്കെ, 249 എന്തിനെ പറ്റിയാണ് പറയുന്നത്? 249 പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 245, 46 നമ്മൾ നോക്കി. ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി 249 പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 245, 246 നമ്മൾ നോക്കി. 249 നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 4 കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു പറഞ്ഞല്ലോ. ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സ്റ്റേറ്റ്, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട് മാറ്റേഴ്സ്, അത് കഴിഞ്ഞു. മൂന്നാമത്തത് എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ്. പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദി സ്റ്റേറ്റ് ഫീൽഡ്, അതായത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ കയറി സ്റ്റേറ്റിന്റെ മാറ്റേഴ്സിൽ സ്റ്റേറ്റിന് മാത്രം അധികാരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജനറൽ ആയിട്ട്. സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റിന് മാത്രമേ ലോ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് ആർട്ടിക്കിളിൽ, ഏത് ക്ലോസിലാണ്? പറയൂ, സ്പീഡി പറയട്ടാ. ആർട്ടിക്കിൾ 246 ക്ലോസ് 3. 246ന്റെ ക്ലോസ് 3യിലാണ് പറയുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത്തരം സാഹചര്യത്തിൽ പാർലമെന്റ് കയറി ലോ മേക്ക് ചെയ്യാൻ പറ്റും. അത് എപ്പോഴേക്കാണെന്നുള്ളതാണ് നമ്മൾ 249 മുതലുള്ള ആർട്ടിക്കിളിന്റെ അകത്ത് നോക്കാൻ പോകുന്നത്. 249 പറയുന്നത് പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ്. അതെ, നമ്മുടെ ദേശീയ ശ്രദ്ധ നേടുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് സ്റ്റേറ്റിന്റെ വിഷയത്തിൽ കയറി ലോ പാസ്സാക്കാൻ പറ്റും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് ബൈ റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ബൈ നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ദാറ്റ് ഇസ് നെസസറി ഓർ എക്സ്പെക്ടഡ് ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ്. അത് നാഷണൽ ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ കൗൺസിൽ അത് സഭ കൂടിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ ലോ മേക്ക് ചെയ്യേണ്ട കാര്യമാണെങ്കിലും ഇവിടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള മാറ്റർ ആണ്, പാർലമെന്റ് തന്നെ ലോ മേക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. കൊറോണ വൈറസ് വന്നു. ശരിക്കും ഹെൽത്ത് എന്നുള്ളത് ഏത് സബ്ജക്ട് മാറ്റർ ആണ്? സ്റ്റേറ്റിന്റെ സബ്ജക്ട് മാറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ കൊറോണ വന്നപ്പോൾ നിയമം ഉണ്ടാക്കിയതും ലോക്ക്ഡൌണിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് സെൻട്രലാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അത് ഈ ആർട്ടിക്കിളിന്റെ ബേസിസിലാണ്. സ്റ്റേറ്റിന്റെ മാറ്റർ ആണെങ്കിൽ പോലും സ്റ്റേറ്റിന് ഒരു അധികാരവും അവിടെ അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാം സെൻട്രലാണ് തീരുമാനിച്ചത്. ലോക്ക്ഡൌൺ പുറത്തിറങ്ങരുത്, അത് ചെയ്യരുന്നൊക്കെ നിർദ്ദേശം ഫുള്ള് കൊടുത്ത് സെൻട്രലാണ്. അപ്പൊ സ്റ്റേറ്റിന്റെ മാറ്റർ ആണ് ഹെൽത്ത്. എന്നിരുന്നാലും സെൻട്രൽ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ആ ഒരു കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂ നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മുടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു വിഷയമായി പോയി. നാഷണൽ ഇൻട്രസ്റ്റിനെ തകർക്കുന്ന, ദേശീയ സുരക്ഷയെ തകർക്കുന്ന ഒരു വിഷയമായി പോയി. അപ്പൊ അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ മാറ്റർ ആണെങ്കിൽ പോലും സെൻട്രലിന് നിയമം ഉണ്ടാക്കാൻ പറ്റും. സെൻട്രലിന്റെ കൗൺസിൽ എന്ത് ചെയ്യണം? 2/3 മെജോറിറ്റിയിൽ നമ്മുടെ കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കൂട്ടോ. അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നതിന് അതിന് തന്നെ ടൈം പോകും. സ്റ്റേറ്റ് കൗൺസിൽ ഇങ്ങനെ 2/3 മെജോറിറ്റിയിൽ ഇവിടുന്ന് പാസ്സാക്കി വരണം. ഈ ഒരു മാറ്റർ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് സെൻട്രലിൽ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു റെസൊല്യൂഷൻ, ഒരു റെസൊല്യൂഷന്റെ മലയാളം എന്തായിരുന്നു? ഒരു മറ്റേ ഇത് നാവിന്റെ തുമ്പത്തുണ്ട്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുന്നത്? ആർക്കെങ്കിലും അറിയാവോ? റെസൊല്യൂഷൻ എന്ന വാക്കിന്റെ കറക്റ്റ് മലയാളം ഉണ്ട്. നമ്മുടെ പാർലമെന്ററി വാക്ക്. ഓ, തീരുമാനം എന്നല്ലേ? തീരുമാനമല്ല, വേറൊരു വാക്കുണ്ട്. പ്രമേയോ അങ്ങനെ എന്തോ അത് തന്നെ. യെസ്, പ്രമേയം. അത് തന്നെ, റൈറ്റ്, പ്രമേയം. അത് തന്നെ, ദാറ്റ് ഇസ് ദി എക്സാക്ട് റൈറ്റ് വേർഡ്, പ്രമേയം. അപ്പൊ പ്രമേയം പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന്റെ വിഷയത്തിൽ ലോ മേക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 249 അകത്ത് പഠിച്ചത്. പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദി സ്റ്റേറ്റ് ഫീൽഡ്. അപ്പൊ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർലമെന്റ് സ്റ്റേറ്റിന്റെ വിഷയത്തിൽ ലോ മേക്ക് ചെയ്യും. ഇതാണ് ഒന്നാമത്തത്. 249 നോക്കി. ഇനി 250 നമ്മൾ നോക്കുന്നത് പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഇഫ് ദി പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇൻ ഓപ്പറേഷൻ. നമ്മുടെ രാജ്യത്ത്
ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഫീൽഡ് ആണെങ്കിൽ പോലും സ്റ്റേറ്റിന്റെ മാറ്റേഴ്സ് ലോ മേക്ക് ചെയ്യുന്നത് സെൻട്രലായിരിക്കും. നമ്മൾ എമർജൻസി എന്നാൽ എന്താണെന്നുള്ളത് പഠിക്കൂട്ടോ, അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. അപ്പൊ അന്നേരം നമുക്ക് എമർജൻസിയെ പറ്റി പഠിക്കാം. എമർജൻസി പ്രഖ്യാപിച്ചേക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ മാറ്റർ ആണെങ്കിൽ പോലും ആ ഒരു ഘട്ടത്തിൽ പാർലമെന്റ് ആയിരിക്കും ലോ മേക്ക് ചെയ്യുന്നത്. പാർലമെന്റ് ഷാൾ വൈൽ എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇൻ ഓപ്പറേഷൻ ഹാവ് പവർ ടു മേക്ക് ലോസ് ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റേഴ്സ് enumerated ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അകത്തുള്ള ഏത് മാറ്റേഴ്സിന്റെ അകത്തും പാർലമെന്റ് ആയിരിക്കും നിയമം ഉണ്ടാക്കുന്നത്. എപ്പോ നമ്മുടെ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ. അപ്പൊ 249 അകത്ത് നാഷണൽ ഇൻട്രസ്റ്റ്, 250 അകത്ത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. ഈ രണ്ട് സിറ്റുവേഷൻസിൽ ആരായിരിക്കും? സ്റ്റേറ്റ് ലോ മേക്ക് ചെയ്യേണ്ട സമയത്താണെങ്കിൽ പോലും പാർലമെന്റ് ആയിരിക്കും ലോ മേക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് ഫോർ 2 or more സ്റ്റേറ്റ് ബൈ കൺസെന്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് സച്ച് ലെജിസ്ലേഷൻ ബൈ എനി അതർ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിന്റെ അകത്ത് സ്റ്റേറ്റിന്റെ വിഷയമാണ്, പക്ഷെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കൺസെന്റ് കൊടുത്തു. അതായത് കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു സ്റ്റേറ്റ് മാറ്ററിൽ ലോ മേക്ക് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൺഫ്യൂസിംഗ് ആയി, ആകെ പ്രശ്നമായി. അപ്പൊ അവര് തമ്മിൽ കൺസെന്റ്, അവര് പരസ്പരം കൂടി ആലോചിച്ചിട്ട് ബൈ എഗ്രിമെന്റ് എന്ന് പറയും, അവര് തമ്മിൽ ഒരു ധാരണയിലെത്തും. നമുക്ക് ഈ വിഷയത്തിന്റെ അകത്ത് മാറ്റർ ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് കൊടുക്കുക. ഇപ്പൊ ഒരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ ആ ഹെൽത്തിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്, കേരളത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇവർക്ക് ഇവരുടേതായ വിഷയങ്ങളിൽ അവരവർക്ക് ലോ മേക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റും തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം എഗ്രിമെന്റിലോട്ട് എത്തും. അതായത് നമുക്ക് ഇത് രണ്ടും കൂടി ഈ വിഷയത്തിൽ ആര് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ അധികാരം പാർലമെന്റിന് വിടാം. രണ്ട് സ്റ്റേറ്റ് തമ്മിൽ പരസ്പരം കൺസെന്റോട് കൂടി ഒരു എഗ്രിമെന്റിൽ എത്തി പാർലമെന്റിലോട്ട് അയച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും അപ്പൊ പാർലമെന്റിൽ ലോ മേക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 252 നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ആർട്ടിക്കിൾ ഏതാണ്? 249, 250 പഠിച്ചു, 252 ശ്രദ്ധിക്കണം കേട്ടോ. 251 പഠിച്ചുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് വശങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. 252 എല്ലാ ആർട്ടിക്കിളും പഠിച്ചു പോകാനാണെങ്കിൽ 300 ആർട്ടിക്കിൾ പഠിക്കേണ്ടി വരും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. നമുക്ക് മേജർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നോക്കി പോയേണ്ടത്. ഓക്കെ. പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് ഫോർ 2 or more സ്റ്റേറ്റ് ബൈ കൺസെന്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് സച്ച് ലെജിസ്ലേഷൻ ബൈ എനി അതർ സ്റ്റേറ്റ്. If it appears to the legislature of 2 or more state to be desirable that any of the matter with respect to which parliament has no power to make laws. രണ്ട് സംസ്ഥാനങ്ങൾക്ക് തോന്നുന്നതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ അകത്ത് പാർലമെന്റിന് സ്വന്തമായി നിയമം ഉണ്ടാക്കാൻ അധികാരമില്ല, പക്ഷേ അത് പാർലമെന്റ് ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാസ് നോ പവർ ടു മേക്ക് ലോസ് ഫോർ ദി സ്റ്റേറ്റ് ആൻഡ് ഇഫ് റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്ട് ആർ പാസ്ഡ് ബൈ ഓൾ ഹൗസസ് ഓഫ് ദി ലെജിസ്ലേച്ചർ ഓഫ് ദോസ് സ്റ്റേറ്റസ് ഇറ്റ് ഷാൽ ബി ലോഫുൾ ഫോർ ദി പാർലമെന്റ് ടു പാസ് ആൻ ആക്ട് ഫോർ ദി റെഗുലേറ്റിംഗ് ദി മാറ്റർ അക്കോർഡിംഗ്ലി. ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് പാർലമെന്റിന് സ്വമേധയാൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല, പക്ഷെ ഉണ്ടാക്കണം എന്നൊരു താല്പര്യം സ്റ്റേറ്റുകൾ കൺസെന്റോട് കൂടി അവർ തമ്മിൽ പരസ്പരം കൂടി ആലോചിച്ച് ഒരു എഗ്രിമെന്റിലോട്ട് എത്തി അവര് പാർലമെന്റിന് വിട്ടാൽ അപ്പോഴും പാർലമെന്റിന് ആ ഒരു വിഷയത്തിന്റെ അകത്ത് ലോ മേക്ക് ചെയ്യാം. ഇത് പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദി സ്റ്റേറ്റ് ഫീൽഡിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. നാഷണൽ ഇൻട്രസ്റ്റ്, എമർജൻസി, ഇപ്പോൾ ബൈ കൺസെന്റ്, ബൈ എഗ്രിമെന്റ് എന്നുള്ള ടോപ്പിക്കും പഠിച്ചു. അതേപോലെ 253 പറയുന്ന ഒരു കാര്യമാണ് ഇന്റർനാഷണൽ അഗ്രിമെന്റുകൾ നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റിന് സ്റ്റേറ്റിന്റെ വിഷയത്തിൽ നിയമം ഉണ്ടാക്കാം. ഇതിന്റെ എക്സാമ്പിളും ഹെൽത്തിന്റെ തന്നെ എടുക്കുന്നതാണ്. നമ്മുടെ ഇന്റർനാഷണൽ ബോഡിയാണ്, ഹെൽത്തിന്റെ ഒരു ബോഡി ഉണ്ട്. ഏതാന്ന് പറയാൻ പറ്റുമോ? ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇന്റർനാഷണൽ ബോഡി ഉണ്ട്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് ഇംപ്ലിമെന്റേഷൻസ് പറയും. നിങ്ങളുടെ ഇന്ന എല്ലാ രാജ്യത്തിലും ഇന്ന വാക്സിൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണല്ലോ. അപ്പോ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്തെങ്കിലും എഗ്രിമെന്റ് എത്തി അത് നടപ്പിലാക്കേണ്ടത് മൊത്തത്തിൽ നടപ്പിലാക്കേണ്ടത് ഒരു ഗവൺമെന്റ്, ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് സ്റ്റേറ്റുകളുടെ വിഷയങ്ങളിലുള്ള മാറ്റർ ആണെങ്കിൽ പോലും സെൻട്രലിൽ എന്ത് ചെയ്യുക? ഇന്റർനാഷണൽ എഗ്രിമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റിന്റെ മാറ്ററിൽ കയറി നിയമം ഉണ്ടാക്കാം. അതായത് ആ ഒരു വാക്സിൻ നടപ്പിലാക്കാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കാം. ശരിക്കും വാക്സിനുമായി ബന്ധപ്പെട്ട നിയമം സ്റ്റേറ്റ് ആണ് പാസ്സാക്കേണ്ടത്. പക്ഷേ ഇന്റർനാഷണൽ അഗ്രിമെന്റ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എന്ത് ചെയ്യുക? പാർലമെന്റിന് സ്റ്റേറ്റിന്റെ വിഷയത്തിൽ ഈ ഒരു മാറ്ററിന്റെ അകത്ത് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. ഓക്കെ, ഇത് അതിന്റെ അഡീഷണൽ വിശദീകരണമാണ്. ഈ പേപ്പർ നമ്മൾ വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ വായിക്കാൻ, ക്ലോസുകളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പുറം തന്നെ ഒരു വിശദീകരണം, ഒരു എസ്സേ മോഡലായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ 2 പേജിലായിട്ട് പറയുന്നത്. 4 കാര്യങ്ങളിൽ സെൻട്രലിന് സ്റ്റേറ്റിന്റെ മാറ്ററിൽ കയറി ലോ മേക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയായിരുന്നു 4 മാറ്റർ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ ഉൾപ്പെടെ പറഞ്ഞ അത്രയും നല്ലത്. പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദി സ്റ്റേറ്റ് ഫീൽഡ് ഒന്നാമത്തെ ഏതായിരുന്നു?
ആർക്കും എന്താ ഒരു ഉഷാറില്ലാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലാതെ ഉണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ആ കേൾക്കാം. ഇച്ചിരി സ്പീഡ് കൂടാനുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പറയണം. സ്പീഡ് കൂടുന്ന എവിടെ നിന്നാണ് മനസ്സിലായില്ല ഒന്നുകൂടെ പറയണം എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സമയമുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടിപ്പോയെന്നുള്ളത് അപ്പൊ പറയാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലായില്ലേ? പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ്, 4 വിഷയങ്ങളിൽ സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന്റെ മാറ്ററിൽ കയറി നിയമം ഉണ്ടാക്കാൻ പറ്റും. ആ 4 ഘട്ടങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലായോ? ഒന്നാമത്തത് ഏതായിരുന്നു? 249 ആർട്ടിക്കിൾ. ഏതായിരുന്നു ആ മാറ്റർ? നാഷണൽ ഇൻട്രസ്റ്റ്. നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മാറ്റർ ആണെങ്കിൽ, സ്റ്റേറ്റിന്റെ മാറ്റർ ആണെങ്കിൽ പോലും സെൻട്രലിന് നിയമം ഉണ്ടാക്കാം. രണ്ടാമത്തത് ഏതാണ്? 250 ആർട്ടിക്കിൾ. അതേതായിരുന്നു? എമർജൻസി. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി നടപ്പിലാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റിന്റെ മാറ്റർ ആണെങ്കിലും സെൻട്രലിന് നിയമം ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തത് ഏതായിരുന്നു? Two or more states. കൺസെന്റ് ബൈ 2 or more സ്റ്റേറ്റ് ബൈ അഗ്രിമെന്റ്. സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ധാരണയിലെത്തി പാർലമെന്റിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിന് എന്ത് ചെയ്യുക? സ്റ്റേറ്റിന്റെ അകത്ത് കയറി ലോ മേക്ക് ചെയ്യുക. നാലാമത്തത് ഏതാണ്? ഇന്റർനാഷണൽ അഗ്രിമെന്റ്. ഇന്റർനാഷണൽ അഗ്രിമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. അത് വായിച്ചില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ ആ ഒരു ഭാഗം? ആർട്ടിക്കിൾ 253, ലെജിസ്ലേഷൻ ഫോർ ഗിവിംഗ് എഫക്ട് ടു ഇന്റർനാഷണൽ അഗ്രിമെന്റ്. പാർലമെന്റ് ഹാസ് പവർ ടു മേക്ക് എനി ലോ ഫോർ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ ഫോർ ഇംപ്ലിമെന്റിംഗ് എനി ട്രീറ്റി, എഗ്രിമെന്റ്, കൺവെൻഷൻ, അതൊക്കെ ഒറ്റ അർത്ഥം തന്നെയാണ്. വിത്ത് എനി അതർ കൺട്രി. നമ്മുടെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ആയിട്ടുള്ള വല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ നമ്മുടെ സ്റ്റേറ്റിൽ എവിടെ വേണമെങ്കിലും പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. ആ വിഷയങ്ങൾ സ്റ്റേറ്റ് മാറ്ററിന്റെ വിഷയങ്ങളാണെങ്കിൽ പോലും. ഇതാണ് ആർട്ടിക്കിൾ 253 പറഞ്ഞത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്ക് പഠിച്ചത്. നാലാമത്തെ ഒരു ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു. ഏതാണ് നാലാമത്തെ ടോപ്പിക്ക്? 4 കാര്യങ്ങൾ ലെജിസ്ലേറ്റീവ് റിലേഷൻ്റെ അകത്ത് പഠിക്കുമെന്ന് പറഞ്ഞു. നാലാമത്തെ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ, അത് പഠിച്ചു. ആർട്ടിക്കിൾ 245 ക്ലോസ് 1 and 2 പഠിച്ചു. ക്ലോസ് 2 രണ്ടാമത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, അത് നമ്മൾ ആർട്ടിക്കിൾ 246 നോക്കി, അതിന്റെ 4 ക്ലോസുകൾ നോക്കി. മൂന്നാമത്തത് പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ ടോപ്പിക് നോക്കി. നാലാമത്തത് ഏതാണ്? ഓർമ്മയുണ്ടോ? സെൻട്രൽ കൺട്രോൾ ഓവർ സ്റ്റേറ്റ്. സെൻട്രൽ കൺട്രോൾ ഓവർ സ്റ്റേറ്റ്. സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കിയാലും, സ്റ്റേറ്റിന്റെ മാറ്ററിൽ സ്വതന്ത്രമായി നിയമം ഉണ്ടാക്കാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിയമം ഉണ്ടാക്കിയാലും സെൻട്രലിന്റെ ഒരു കൺട്രോൾ ഉണ്ടാകും എന്നൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ഒരു ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യമല്ല. ഇത് വേറെ വേറെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസിലായിട്ട്, ആർട്ടിക്കിൾ 200 അങ്ങനെയുള്ള ആർട്ടിക്കിളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഇവിടെ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണ് സ്റ്റേറ്റിന് ലോ മേക്ക് ചെയ്ത സെൻട്രലിന്റെ കൺട്രോൾ വരുന്നത്? ഒരു സ്റ്റേറ്റ് നിയമം നിയമം ഉണ്ടാക്കുന്നതിന്റെ രീതി എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു നിയമം ആക്കണം, ഒരു ലോ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? എവിടെ പാസ്സാവണം? എന്ത് ചെയ്യണം? ഒരു സംസ്ഥാനത്ത് നിയമം ഉണ്ടാക്കാൻ എങ്ങനെയാണ് അതിന്റെ വഴി? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒന്ന് പറഞ്ഞേ. നിയമസഭയിൽ ആ നിയമം അവതരിപ്പിക്കണം, പാസ്സാവണം, തീർന്നു. അത് മാത്രം മതിയോ? ഗവർണർ ഒപ്പിടണം. ഗവർണർ ഒപ്പിടണം. ആട്ടെ, ഈ ഗവർണർ ആരാണ്? സ്റ്റേറ്റിന്റെ ആരെങ്കിലും ആണോ? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഒക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. പക്ഷെ ഗവർണർ എന്ന് പറഞ്ഞ ആള് സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളാണോ? അല്ല, സെൻട്രലിൽ നിന്ന് പ്രസിഡന്റ് അയക്കുന്ന ആളാണ് ഈ ഗവർണർ. സെൻട്രലിന്റെ ഒരു ഏജന്റ് ആണ്. സ്റ്റേറ്റിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ മര്യാദക്ക് നോക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ക്ലാസ് മൊത്തത്തിൽ നിങ്ങളെ ക്ലാസ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിരുന്നോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ശൈലജ ചേച്ചി ഇവര് സംസാരിച്ച് ബഹളം ഉണ്ടാക്കുന്നവരുടെ പേരൊന്ന് എഴുതി തരണോട്ടാ, അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കണം. അപ്പൊ ഇതെന്താണ്? നിങ്ങളുടെ അടുത്ത് സംസാരിക്കോളാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചോളാൻ പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കൺട്രോൾ ഉണ്ട്, ഒരു ലിമിറ്റ് വിട്ടൊന്നും ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പൊ ഞാനൊരു കൺട്രോൾ വെച്ചേക്കണം. അതേപോലെ സ്റ്റേറ്റിന്റെ അകത്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു കൺട്രോള്, അത് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട്, ഗവർണർ എന്ന് പറഞ്ഞാൽ പുള്ളിയും കൂടി ഒപ്പിടണം. അത് സെൻട്രലിന്റെ ഏജന്റ് ആണ്. അതാണ് അവിടെ പറയുന്നത്.
സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ടെങ്കിലും അതിന്റെ അകത്ത് ഒരു കൺട്രോൾ ഗവർണറിന് സെൻട്രലിന് കിട്ടുന്നുണ്ട്. അത് ഏത് രീതിയിലാണ്? ഗവർണറിലൂടെയാണ്. ഗവർണറിന്റെ ഒപ്പുണ്ടെങ്കിലേ നിയമമാകുള്ളൂ, ഒരു ബില്ല് ആക്ട് ആവുള്ളൂ. അപ്പോ അതാണ് ഒരു സെൻട്രലിന്റെ കൺട്രോൾ സ്റ്റേറ്റിന്റെ അകത്ത് വരുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം. സെൻട്രൽസ് കൺട്രോൾ ഓവർ ലെജിസ്ലേഷൻ. സംഭവം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും according to the constitution the federal government is authorized to exercise the following influence over the state legislation affairs. Specific laws established by state legislature may be set aside by the governor for presidential consideration. അതെ, നിയമങ്ങൾ സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഗവർണർ നിയമമാക്കാതെ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ വിട്ടുകൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സെൻട്രലിന്റെ കൺട്രോൾ ആണ്. നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണിത്. അപ്പൊ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉണ്ടെങ്കിലും ഇതൊരു കൺട്രോൾ പറയുന്നുണ്ട്. ആ കൺട്രോളില് ചിലപ്പോൾ ഗവർണർ ഇത് പ്രസിഡന്റ് കൺസിഡറേഷന് കൊടുക്കാറുണ്ട്. ദേ ആർ എൻറ്റർലി അണ്ടർ ദി പ്രസിഡന്റ്സ് പവർ. അത് സ്വീകരിക്കണം വേണ്ടെന്നുള്ള പ്രസിഡന്റിന്റെ ഇതാണ്, ഇഷ്ടമാണ്. ബിൽസ് ഓൺ സ്പെസിഫിക് സബ്ജക്ട് മാറ്റർ ലിസ്റ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ക്യാൻ ഓൺലി ബി ഫൈൽഡ് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വിത്ത് പ്രസിഡന്റ്സ് പ്രയർ കൺസെന്റ്. ഫോർ ഇൻസ്റ്റൻസ് ഇൻട്രസ്റ്റ്, ട്രേഡ്, കോമേഴ്സ്. ചില മാറ്റേഴ്സിലാണെങ്കിൽ പോലും സംസ്ഥാനത്ത് നിയമം അവതരിപ്പിക്കണമെങ്കിൽ പോലും അത് പ്രസിഡന്റിന്റെ സെൻട്രലിന്റെ അധികാരം പെർമിഷൻ വേണം. അതായത് നമ്മുടെ കേരളവും സൗദി ഗവൺമെന്റും തമ്മിൽ ഒരു കച്ചവടത്തിന് കരാറിലെത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കാൻ സ്റ്റേറ്റിന്റെ അകത്ത് അത് അവതരിപ്പിക്കണമെങ്കിൽ പോലും പ്രസിഡന്റിന്റെ അനുവാദം വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ലോ മേക്ക് ചെയ്യാനുള്ള സ്വതന്ത്രമായ വീതം വെപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റിന്റെ വിഷയത്തിൽ കയറി സെൻട്രലിന് ചില സ്ഥലത്ത് കൺട്രോൾ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റുകളൊക്കെ എന്ത് എഴുതുക. ദി പ്രസിഡന്റ് മേ ആസ്ക് സ്റ്റേറ്റ് ടു ലേ അസൈഡ് stay aside money bills and other financial bill for consideration. ലേ അസൈഡ് തന്നെയാണ്, സോറി. അതായത് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ബില്ലൊക്കെ പ്രസിഡന്റിനോട്ട് ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ച സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഒരു മറ്റേ മണി ബില്ല് പാസ്സാക്കുന്ന സമയത്ത് അതിന്റെ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി ആവശ്യപ്പെടാം. അതായത് നിയമമാക്കാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രസിഡന്റിന് ചോദിക്കാനുള്ള അധികാരമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ. അപ്പൊ ഇതൊക്കെ ഒരു സെൻട്രലിന്റെ കൺട്രോൾ ആണ്. സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉണ്ടെങ്കിലും സെൻട്രലിന്റെ ഒരു കൺട്രോൾ വരുന്ന ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നോക്കാനുള്ളത്. ഇനി ഒരു ഒന്ന് രണ്ട് ഡോക്ട്രിൻ ഓഫ് ടെറിട്ടോറിയൽ നെക്സസും ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസും കളറബിൾ ലെജിസ്ലേഷൻസും അങ്ങനെ ഡോക്ട്രിൻസും കേസ് ലോസ് ഒക്കെ ഉണ്ട്. കേസ് ലോസ് ഒക്കെ അവിടെയുണ്ട് വരുന്നത്. നമുക്ക് നാളത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നോക്കാനുള്ള ടോപ്പിക്കാണ്. ഏകദേശം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് നോക്കാനുള്ളത്. ലെജിസ്ലേറ്റീവ് റിലേഷൻ കേട്ടോ. നാളെ നമ്മൾ അടുത്ത ഡോക്ട്രിൻസ് പഠിക്കും. ഡോക്ട്രിൻസിന്റെ കൂട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പഠിക്കും, പിന്നെ ഫൈനാൻഷ്യൽ പഠിക്കും. ഫൈനാൻഷ്യലൂടെ കഴിയുമ്പോഴേ ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ റിലേഷൻ തീരുള്ളൂ. ഇതൊരു മൊത്തത്തിൽ എസ് എ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് മാത്രമായിട്ട് എസ് എ ചോദിക്കാം. അപ്പൊ 245, 46, പിന്നെ 49, 50, 52, 53, 50 പിന്നെ ഈ മാറ്റേഴ്സ് ഇതെല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 3 ഇയർ ആർക്ക് അടുത്തത് ഫാമിലി ലോ ആണ്. ഫാമിലി ലോയുടെ ക്ലാസ് 8:20 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേൾക്കാൻ പറ്റിയിട്ടില്ല, സ്റ്റെക്കായി പോയിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇന്നത്തെ ലിങ്ക് ഇടും, അത് കേൾക്കാം. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനാണ്. ഇന്നത്തെ ജനറൽ ആണ്, ബാക്കിയുള്ളവർക്കും കൂടി കാണാൻ പറ്റും. നാളെ മുതൽ അങ്ങനെ ആയിരിക്കില്ല, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ജനറൽ ആക്കിയേക്കുന്നത്. യൂട്യൂബിൽ ഉണ്ടാവും, എല്ലാവർക്കും കാണാൻ പറ്റും. നാളെ മുതൽ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഗുഡ് നൈറ്റ്, അടുത്ത ദിവസം കാണാം. ഓക്കെ, 3 ഇയർ 8:20 കറക്റ്റ് റെഡി ആയിരിക്കും. കേട്ടോ.